ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024-25 അധ്യയന വർഷത്തെ ബേസിക് സയൻസ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ഉൾപ്പെടുത്തുന്നത്. മലയാളം മീഡിയം നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക, തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ആക്ടിവിറ്റി 1. ഐ ചൈൽഡ് റിസർച്ച് പ്രോജക്റ്റ് ഈസ് ഓൺ ദ ടോപ്പിക് പൊല്യൂഷൻ പ്രോബ്ലം ഇൻ മൈ ഏരിയ. ഇറ്റ് ഷുഡ് include the pollution of soil, water and air. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് അതായത് എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ അല്ലേ, പൊല്യൂഷൻ പ്രോബ്ലം ഇൻ മൈ ഏരിയ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്ത അന്വേഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ പൊല്യൂഷൻ ഓഫ് സോയിൽ, അതായത് ജലമലിനീകരണം, ദെൻ വായു, പൊല്യൂഷൻ ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് എയർ, അതായത് വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. നോക്കൂ. റൈറ്റ് വൺ ക്വസ്റ്റ്യൻ ദ ചൈൽഡ് വുഡ് ആസ്ക് ടു പ്രിപ്പയർ ദ പ്രോജക്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഹൗസ് വിസിറ്റ് റിലേറ്റഡ് ടു ഈച്ച് ഏരിയ. അതായത് ഓരോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് ഗൃഹസന്ദർശന സമയത്ത് കുട്ടി ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളെ നിങ്ങൾക്ക് എത്ര ചോദ്യം, 2 or 3 ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നമുക്കിവിടെ ഒരു മാതൃക നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. നമുക്കൊരു മാതൃക നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. തുറസായ സ്ഥലത്ത് മാലിന്യങ്ങൾ കത്തിക്കുന്നുണ്ടോ? നെക്സ്റ്റ് എഴുതാം. ജലാശയയിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മലിനജലം, കീടനാശിനികൾ എന്നിവ നടത്തുന്നുണ്ടോ? അതായത് എന്താണ്? ഈസ് ഗാർബേജ് ബേൺ ഇൻ ദ ഓപ്പൺ പ്ലേസ്? ദെൻ ഈസ് ഇറ്റ് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്, സീവേജ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ് അറൈവിംഗ് ഇൻ ടു വാട്ടർ ബോഡീസ്? ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണ്? ഈസ് ഗാർബേജ് ബേൺ ഇൻ ദ ഓപ്പൺ പ്ലേസ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഈസ് ഇറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ്? Yes, is it plastic products, sewage and chemical pesticides arriving into water bodies? Okay, then next question എന്താണ്? Write 2 activities to be undertaken, changes to make our school a waste free green school അല്ലെ, വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ, അതായത് മാലിന്യമുക്ത ഹരിത വിദ്യാലയമായി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 ആക്ടിവിറ്റീസ് ആണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ലഞ്ച് വേസ്റ്റ് ഡിസ്പോസൽ എഴുതാം. എന്താണ് ലഞ്ച് വേസ്റ്റ് ഡിസ്പോസൽ? ദെൻ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ കൺസ്ട്രക്ഷൻ, ലഞ്ച് വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 2 സർവീസസ് ഡൺ ബൈ ഹരിതകർമ്മസേന നിർവഹിക്കുന്ന 2 സർവീസസ് അല്ലെ, സേവനങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? ട്രാൻസ്പോർട്ടിംഗ് ഇനോർഗാനിക് വേസ്റ്റ് പ്രോസസ്സിംഗ് സെന്റേഴ്സ്. ദെൻ ഇനോർഗാനിക് വേസ്റ്റ് വിൽ ബി സോർട്ടഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഇൻ ഓൾ ഹോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ട്രാൻസ്പോർട്ടിംഗ് ഇനോർഗാനിക് വേസ്റ്റ് പ്രോസസ്സിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് അജൈവ മാലിന്യങ്ങൾ എന്ത് ചെയ്യാണ്? സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുക. അതുപോലെ തന്നെ എന്താണ്? ഇനോർഗാനിക് വേസ്റ്റ് വിൽ ബി സോർട്ടഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഇൻ ഓൾ ഹോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കിയ അജൈവ മാലിന്യം തരംതിരിച്ച് ശേഖരിക്കും. ഇതൊക്കെ തന്നെയല്ലേ ഹരിതകർമ്മസേന ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 നോക്കാം നമുക്ക്. എക്സാമിൻ ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ എ സ്റ്റുഡൻറ് ഹു റെക്കോർഡ് ദ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അതായത് ഒരു കുട്ടി ചെയ്ത ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ടേബിളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ക്ലാസ് 1 ദെൻ ക്ലാസ് 2. ക്ലാസ് 1 എഴുതിയിരിക്കുന്നു. നോക്കൂ. വെൻ ഹണി വാസ് പോർഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. എന്താണ്? ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് ജലത്തിൽ ലയിച്ചു ചേരുന്നു. ദെൻ ക്ലാസ് 2. വെൻ ഹണി വാസ് പോർഡ് ഇൻ ടു വാട്ടർ ഇറ്റ് സെഡിമേറ്റഡ് അറ്റ് ദ ബോട്ടം. When honey was poured into water, it dissolved in the water. Then second എന്താണ്? When honey was poured into water, it sedimented at the bottom. എന്താണ്? ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അത് അടിത്തട്ടിൽ ഒടിഞ്ഞുകൂടിയല്ലേ. Then glass 1 നോക്കൂ. When a piece of cotton cloth was dipped in honey and burned, it produced a cracking sound. അതായത് കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ എന്തുണ്ടാവുകയാണ്? പൊട്ടലും ചീറ്റലും ഉണ്ടായി. Then when a piece of cotton cloth was dipped in honey and burned it burned well. അതായത് കോട്ടൺ തുണി
തേനിൽ മുക്കി കത്തിച്ചപ്പോൾ നന്നായി കത്തുകയുണ്ടായി. ദെൻ ക്ലാസ് 1 ഹണി ആഡഡ് വാട്ടർ ഹാഡ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതായത് തേൻ ചേർത്ത ജലത്തിന് എന്താണ്? യെസ്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ദെൻ ഹണി ആഡഡ് വാട്ടർ ഹാഡ് നോ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്. അതായത് തേൻ ചേർത്ത ജലത്തിന് എന്തില്ല? രുചി വ്യത്യാസമില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വിച്ച് ഗ്ലാസ് ഹാസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ഹണി ഇല്ലുസ്ട്രേറ്റ് യുവർ ഒപ്പീനിയൻ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഏത് ഗ്ലാസ്സിലെ ഹണിക്കാണ് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത്? ദെൻ ഇല്ലുസ്ട്രേറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയനും കൂടി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? സമർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതിലാണ് കൂട്ടുകാർ, ഏത് ഗ്ലാസ്സിലാണ് ബെസ്റ്റ് ക്വാളിറ്റി ഹണി? ഏതിലാണ്? യെസ്, ബെസ്റ്റ് ക്വാളിറ്റി ഹണി ഏതിലാണുള്ളത്? യെസ്, സെക്കൻഡ് ഗ്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ദ ഹണി ഇൻ സെക്കൻഡ് ഗ്ലാസ് ഈസ് ഓഫ് ഹയർ ക്വാളിറ്റി. ദെൻ അതിന് സമർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? യെസ്, പുവർ ഹണി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് ശുദ്ധമായ തേൻ എന്താണ്? വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. വെൻ എ സ്റ്റിക്ക് ഡിപ്ഡ് ഇൻ പുവർ ഹണി ഈസ് ഇറ്റ് ദർ ഈസ് നോ എക്സ്പ്ലോസീവ് സൗണ്ട് ആൻഡ് വെൻ പോർഡ് ഇൻ വാട്ടർ ഇൻ ദിസ് ദ ബോട്ടം. എന്താണ്? ശുദ്ധമായ തേനിൽ മുക്കിയ തുണി കത്തിക്കുമ്പോൾ പൊട്ടിത്തെറി ശബ്ദമുണ്ടാകില്ല. ജലത്തിൽ ഒഴിച്ചാൽ അടിത്തട്ടിൽ അടിയുന്നു. Okay, then design an experiment to prove that adulterant and is added to turmeric powder. ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, ടേക്ക് സം വാട്ടർ ഇൻ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ ഇൻ പിഞ്ച് ഓഫ് turmeric powder in it. If artificial coloring has been added, the color will spread to the bottom. If not, the color will not spread and the turmeric will settle to the bottom. അതായത് ഒരു ഗ്ലാസ് ടംബ്ലറിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ജലം എടുത്ത് അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നിറം താഴേക്ക് പടരും. ഇല്ലെങ്കിൽ നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. ഓക്കെ, ടേക്ക് സം വാട്ടർ ഇൻ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ഇറ്റ്. ദെൻ ഇഫ് ആർട്ടിഫിഷ്യൽ കളറിംഗ് ഹാസ് ബീൻ ആഡഡ്, ദ കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം. ഇഫ് നോട്ട്, ദ കളർ വിൽ നോട്ട് സ്പ്രെഡ് ആൻഡ് ദ ടർമറിക് വിൽ സെറ്റിൽ ടു ദ ബോട്ടം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? യെസ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ആഡിങ് സംതിങ് സിമിലർ ടു ഫുഡ് ഐറ്റംസ് ഈസ് ആൾസോ അഡൾട്ടറേഷൻ. റൈറ്റ്, വാട്ട് അതർ തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ അഡൾട്ടറേഷൻ? അഡൾട്ടറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബാക്കി എന്തൊക്കെ കാര്യങ്ങളല്ലേ? എന്തൊക്കെ നമുക്ക് പറയാം അതിൽ? യെസ്, മിക്സിങ് പുവർ ക്വാളിറ്റി ഐറ്റംസ്. അതായത് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക? കലർത്തുക അല്ലേ. ദെൻ റിമൂവ് ക്വാളിറ്റി ഫാക്ടേഴ്സ്. ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതും എന്താണ്? അഡൾട്ടറേഷൻ തന്നെയാണ് അല്ലേ. അതായത് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക, മിക്സിങ് പുവർ ക്വാളിറ്റി ഐറ്റംസ്, ദെൻ റിമൂവ് ക്വാളിറ്റി ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പാസ്ചറൈസേഷൻ. Pasteurization is the process of heating milk 70 degrees Celsius for 30 seconds and then rapidly cooling into 10 degrees Celsius. അതായത് പാസ്ചറൈസേഷൻ എന്താണ്? പാൽ 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കി 10 സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പാസ്ചറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക് 70 degrees Celsius for 30 seconds and then rapidly എന്ത് ചെയ്യണം? പെട്ടെന്ന് എന്ത് ചെയ്യണം? 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് അല്ലേ. റാപ്പിഡ്ലി കൂളിംഗ് ഇൻ ടു 10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5. ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് സീ ഇൻ ഹ്യൂമൻ ആർ ഇൻസിസേഴ്സ്, കാനൈൻ, മോളേഴ്സ് ആൻഡ് പ്രീമോളേഴ്സ് അല്ലേ. വിച്ച് ഓഫ് ദ ടീത്ത് ഈസ് നോട്ട് നീഡഡ് ഫോർ ഹെർബിവോറസ്? ഹെർബിവോറസിന് ആവശ്യമില്ലാത്ത ടീത്ത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് ടീത്തായിരിക്കും ഹെർബിവോറസിന് ആവശ്യമില്ലാത്തത്? ഏതാണ്? ഇൻസിസേഴ്സ് ആണോ, കനൈൻ ആണോ, മോളാസ് ആണോ, പ്രീമോളാസ് ആണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കനൈൻ ആണല്ലേ. കോമ്പല്ലാണ് ആൻസർ. എന്താണ്? കനൈൻ അഥവാ കോമ്പല്ല്. ദെൻ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ടു ദ ഫുഡ്സ് ഇൻ സ്റ്റൊമക്ക്? സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഭക്ഷണത്തിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉണ്ടാകുന്നത്? യെസ്, ഇറ്റ് വിൽ സ്റ്റേ ഫോർ 4 or 5 hours. അത് എന്ത് ചെയ്യണം? 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ തങ്ങി നിൽക്കും. ദെൻ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഫാസിലെ ഡൈജഷൻ. തന്നെ എന്ത് ചെയ്യാണ്? ആമാശയരസം ദഹനത്തെ എന്ത് ചെയ്യുന്നു? സുഗമമാക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. വാട്ട് ആർ ദ ഡൈജസ്റ്റീവ് സെക്രീഷൻ ദാറ്റ് മിക്സ് വിത്ത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ സ്മോൾ intestine? Name the digestive gland which produce the secretions എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. യെസ്, എന്താണ്?
എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ദഹിച്ച ആഹാരവുമായി കലർന്ന ദഹനരസങ്ങൾ ഏവ. അപ്പോൾ ഉൽപ്പാദിക്കുന്ന ദഹന ഗ്രന്ഥികൾ ഏവ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ദഹന ഗ്രന്ഥികൾ? ഏതൊക്കെയാണ്? പിത്തരസമാണ്. ദെൻ ഗ്രന്ഥി കരളാണല്ലേ. ദെൻ ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ രസമല്ല, അതായത് ലിവർ. ദെൻ പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 നോക്കാം. ദ ടിഫിൻ ബോക്സ് ഓഫ് എ ചൈൽഡ് വാസ് ടൈറ്റ്ലി ക്ലോസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ. ദ ടിഫിൻ ബോക്സ് വാസ് ഹീറ്റഡ് ആൻഡ് ഓപ്പൺ. എന്താണ്? യെസ്, ഒരു കുട്ടിയുടെ ടിഫിൻ ബോക്സ് എന്തായിരുന്നു? ടൈറ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ, ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് എന്താ ചെയ്തത്? യെസ്, ദ ടിഫിൻ ബോക്സ് വാസ് ഹീറ്റഡ് ആൻഡ് ഓപ്പൺ. എന്ത് ചെയ്യാണ്? ടീച്ചറുടെ സഹായത്തോടു കൂടി അടപ്പ് ചൂടാക്കിയിട്ട് തുറന്നു അല്ലേ. വിച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ടു ഹീറ്റ് ഇൻ സോളിഡ്സ് ഈസ് യൂസ്ഡ് ഹിയർ. അതായത് ഖരവസ്തുക്കളിലെ താപവുമായി ബന്ധപ്പെട്ട ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, ദ സോളിഡ് ഐറ്റം വിൽസ് ഡെവലപ്പ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റ്. എന്താണ്? ദ സോളിഡ് ഐറ്റം വിൽസ് ഡെവലപ്പ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റ്. അതായത് താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഖരവസ്തുക്കൾ വികസിക്കുന്നു. Then write one such situation related to heat in the liquid and gas states that happen in the tiffin box. അത് ദ്രാവകം, വാതകം അല്ലേ. ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ താപവുമായി ബന്ധപ്പെട്ട് ചോറ്റുപാത്രത്തിൽ സംഭവിച്ചതുപോലുള്ളൊരു സന്ദർഭം, ഒരു സിറ്റുവേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? യെസ്, എന്ത് എഴുതാം കൂട്ടുകാരെ? യെസ്, എന്താണ്? ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആർ ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗേസസ്. എന്താണ്? ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആർ ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗേസസ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വാസ് ഓൺലി ലിഡ് ഹീറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻറ്റയർ ടിഫിൻ ബോക്സ്. എൻറ്റയർ ടിഫിൻ ബോക്സ് ചൂടാക്കുന്നതിന് പകരം എന്താ അവിടെ ചെയ്തത്? യെസ്, അതിൻ്റെ മൂടിയല്ല, അതിൻ്റെ ലിഡ് മാത്രമാണ് ചൂടാക്കിയത്. എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, നമുക്കറിയാം എന്താണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എന്താണ് കൂട്ടുകാരെ? നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? വെൻ ദ ലിഡ് ഓഫ് എ ജാർ ഈസ് ഹീറ്റഡ് ഓൺലി ഇറ്റ് എക്സ്പാൻഡ് ആൻഡ് ക്യാൻ ബി ഓപ്പൺ ഈസിലി. അതായത് പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുമ്പോൾ എന്ത് പറ്റും? അത് മാത്രം വികസിക്കുകയും പെട്ടെന്ന് തുറക്കാനും കഴിയുന്നു. ദെൻ ഓൺലി ഇറ്റ് എക്സ്പാൻഡ്സ് ക്യാൻ ബി ഈസി. ഹൗവർ ഇഫ് ദ എൻറ്റയർ ജാർ ഈസ് ഹീറ്റഡ്. നമ്മൾ എന്നാൽ പാത്രം മൊത്തം ചൂടാക്കിയാൽ എന്താണ്? യെസ്, ദ ജാർ വിൽ എക്സ്പാൻഡ് അലോങ് വിത്ത് ദ ലിഡ് ആൻഡ് കനോട്ട് ബി ഓപ്പൺ. അപ്പോൾ പാത്രം അടപ്പിനൊപ്പം ചൂടാക്കിയാൽ വികസിക്കുകയും ദെൻ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? തുറക്കാൻ കഴിയില്ലല്ലേ. തുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. അതാണ് ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് എന്തിന് കാരണം? യെസ്, ഇതിന് കാരണം. ഓക്കെ, then നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ആക്ടിവിറ്റി 7. Have you examined the pictures? What is the function of this organs related to exertion? Name of the organ. Kidney. Function related to excretion അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്? വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മവും ചോദിച്ചിട്ടുണ്ട് അല്ലേ. കിഡ്നി എന്താണ്? യെസ്, യൂറിൻ. ദെൻ സ്വെറ്റ് ആണ്. അപ്പോൾ ഏതായിരിക്കും എയിം ഓഫ് ദ ഓർഗൻ എന്ന് പറയുന്നത്? അതേ, സ്കിൻ ആയിരിക്കും അല്ലേ. ദെൻ ലങ്സ് എന്താണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ലിവർ, യൂറിയ അല്ലേ. ലിവർ, യൂറിയ. ദെൻ വാട്ട് ഷുഡ് ബി ഡൺ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് കിഡ്നീസ്. കിഡ്നികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നല്ല ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? യെസ്, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? റെഡ്യൂസ് എക്സസീവ് സാൾട്ട് കൺസപ്ഷൻ. ദെൻ റെഡ്യൂസ് എക്സസീവ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. ദെൻ ഡ്രിങ്ക്സ് അബൌട്ട് 12 glasses ഓഫ് വാട്ടർ എ ഡേ. എന്തൊക്കെയാണ്? റെഡ്യൂസ് excessive salt consumption, then avoid smoking and alcoholism, then reduce excessive use of artificial drinks and drink about 12 glasses of water a day. Then which organ system controls and coordinate the physical activities? അതായത് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് അവയവ വ്യവസ്ഥയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് അവയവ വ്യവസ്ഥയാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി ഏതാണ്? യെസ്, നമുക്കറിയാം നെർവസ് സിസ്റ്റം ആണല്ലേ. നെർവസ് സിസ്റ്റം അഥവാ നാഡീ വ്യവസ്ഥയാണ്.
Okay, then activity 8 നോക്കാം. When the half part of the moon on which sunlight fall invisible from the earth, which among the following can be seen to us? അതായത് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭാഗം എന്താണ് ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാകുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. The day will be a full moon day. They will have a half moon during sunset. That day will be a new moon day. Then smallest crescent will be visible on that day. ഏതായിരിക്കും? യെസ്, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവയിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എന്താണ്? യെസ്, ദാറ്റ് ഡേ വിൽ ഹാവ് എ ഹാഫ് മൂൺ ഡ്യൂറിങ് സൺസെറ്റ്. ആ ദിവസം എന്താണ്? സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? Okay, the next question എന്താണ്? യെസ്, റൈറ്റ് എ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. വാക്സിങ് മൂണിന്റെ വൃദ്ധിക്ഷയത്തിനും കാരണമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ചന്ദ്രന്റെ പരിക്രമണത്തിന്റെ ഫലമായിട്ടാണല്ലേ. അതായത് ദ മൂൺസ് ഓർബിറ്റ് കോസ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോഡ് സൈഡ്സ് ടു അപ്പിയർ ഡിഫർ ഫ്രം എർത്ത്. എന്താണ്? ദ മൂൺസ് ഓർബിറ്റ് കോസസ് അല്ലേ. അതായത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തിന് കാരണം എന്താണ്? വൃദ്ധിക്കും ക്ഷയത്തിനും കാരണം എന്താണ്? Yes, the moon's orbit causes the illuminated and shadowed sides to appear differ from Earth. Okay, the next question നോക്കാം. Only one side of the moon is seen facing the Earth. Why? എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ റീസൺ? Yes, only one side of the moon is seen facing the Earth. Why? എന്താണ് അതിൻ്റെ കാരണം? Since rotation and revolution occurs at the same time. അതായത് പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാലാണ് അല്ലേ. Since rotation and revolution occurs at the same time. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.